വെള്ളത്തേക്ക് വരുന്നത്. പിന്നെ നല്ല ആവി വരുന്നുണ്ട്, അതുകൊണ്ട് കറക്റ്റായി കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഇതിന്റെ കളറും മണവും എല്ലാതും വെള്ളത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പ യൂസ് ചെയ്ത് അരിച്ചെടുക്കാം. ഞാൻ അരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ ഇതിന്റെ കളർ കാണുന്നില്ലേ, നല്ല റെഡ് കളറാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്യാം. പിന്നെ ഏലക്ക ചതച്ചതും ആഡ് ചെയ്യാം. ഏലക്ക ചതച്ചത് ഇല്ലെങ്കിൽ നമുക്ക് ഏലക്ക പൊടി ആയാലും ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. പിന്നെ ഇനി ഇപ്പിട്ട പഞ്ചസാര നന്നായി മെൽറ്റായി നല്ല തിക്കായി വരണം. അതാണ് ഇതിന്റെ പരിവം. ഇനി നമുക്ക് 1/2 സ്പൂൺ നാരങ്ങ നീര് ചേർക്കാം. പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവാണ്ടിരിക്കാനാണ് ഇത് ചേർക്കുന്നത്. പഞ്ചസാര മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ കളർ കണ്ട ഓക്കെ. ഇനി ഇത് പതുക്കെ തിക്കായി വരും. പിന്നെ കണ്ട ഇത് നല്ല തിക്കായി വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ കളർ കണ്ടില്ലേ, നല്ല ഡാർക്ക് റെഡും ഡാർക്ക് പിങ്കും മിക്സ് ആയ പോലത്തെ ഉള്ള ഒരു കളറാണ്. നമ്മള് ഗാലക്സിയിലത്തെ ഉള്ളൊരു കളറാണ്, കണ്ടില്ലേ ഇതാണ്. പിന്നെ ഇതിൽ നമ്മളൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല, ഒരു കളറും ആഡ് ചെയ്യുന്നില്ല, ഫുൾ നാച്ചുറൽ ആണ്. ഇതൊക്കെ നമ്മുടെ റോസാപ്പൂവിന്റെ കളറാണ്. ഇത് ഏത് കുഞ്ഞു കുട്ടികൾക്കും വേണമെങ്കിലും ധൈര്യമായിട്ട് കൊടുക്കാൻ, കാരണം ഇതിലൊരു പ്രിസർവേറ്റീവും ഇല്ല. എല്ലാവരും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഇത് ഇനി കുറച്ചും കൂടി ഒന്ന് കുറുക്കി വരണം. എന്നിട്ട് നമുക്ക് കുപ്പിയിൽ ഒഴിച്ച് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. നന്നായി ചൂടാറിയതിനു ശേഷം കുപ്പിയിലാക്കാൻ പാടുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോണ്. പിന്നെ അതേ ഈ തിക്ക് മതി. ഇത് തണുത്ത് വരുമ്പോ ഒന്നും കൂടി തിക്കാവും. ആ തിക്നെസ് മതി നമുക്ക്. പിന്നെ ഓവർ തിക്നെസ് ആയാൽ നമുക്ക് കുപ്പിന്ന് എടുക്കാൻ വേണ്ടി നല്ല പ്രയാസമാകും. അപ്പൊ ഈ കൺസിസ്റ്റൻസി മതി. ഇതിപ്പോ ചൂടാറിയപ്പോ ഇതിന്റെ ടെക്സ്ചർ കണ്ടില്ലേ, നല്ല തിക്കായിട്ടുണ്ട്. ഇത് കണ്ട, ഇതിന്റെ കളർ നോക്കിയാൽ നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ ആവശ്യത്തിന് ഉപയോഗിക്കാം. അപ്പോൾ ഈ റോസ് സിറപ്പ് ഇത്ര സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും, പിന്നെ ആരെങ്കിലും പുതിയ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിയിട്ട് ഓൾ അമർത്തിയാൽ മതി. സോ ഇറ്റ്സ് മീ ഗോപി കൃഷ്ണ സൈനിങ് ഔട്ട്. ബൈ.